ഈ മുഖ്യമന്ത്രി ആരാകും എന്നതിനെ കുറിച്ച് ചർച്ച നടക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ആരാകും എന്നതിനെ കുറിച്ചും ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകുന്നത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സാണ്. അവർ തീരുമാനിച്ചവർ അവരുടെ ആളിനെ മുഖ്യമന്ത്രിയാക്കും. എന്തായാലും മുഖ്യമന്ത്രി ഉണ്ടാതിരിക്കത്തില്ല. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് ഒരാശങ്കം വേണ്ട. അത് നാളെ ഞങ്ങൾ തീരുമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സംശയം വേണ്ട. ഞങ്ങൾ കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കും. പ്രതിപക്ഷമുണ്ട്, കേരളത്തിലുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് എൻ്റെ വിശ്വാസമാണ്. മുഖ്യമന്ത്രി കേരളത്തിൽ പോകാൻ പറ്റില്ല, ഇത്രയും ഭൂരിപക്ഷം കിട്ടും. പിന്നെ അടി ഉറപ്പ് തുടങ്ങി കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില നീരസങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരാളിനെ തീരുമാനിച്ചല്ലേ പറ്റും. ഞങ്ങളെ സംബന്ധിച്ച് ആ കാര്യത്തിൽ ആശങ്കയൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവായിട്ട് ഒരാളിനെ എന്തായാലും തീരുമാനിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. അതൊക്കെ കൃത്യസമയത്ത് തന്നെ പാർട്ടി തീരുമാനിക്കും. ബിജെപിയായിട്ട് ധാരണ ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? അല്ല, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. വലതുപക്ഷ കേന്ദ്രീകരണം ഇടതുപക്ഷത്തിനെതിരെ കേരളത്തിൽ വന്നിരിക്കുന്നു. അത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ വിമോചന സമരകാലത്ത് കണ്ട ഒരു ഏകോപനം പോലെ ഒരു വലതുപക്ഷ ഏകോപനം വന്നിരിക്കുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM ഇടതുപക്ഷം തുടർച്ചയായി അങ്ങനെ ഭരിക്കാൻ പാടില്ല എന്ന ഒരു മൈൻഡ് സെറ്റ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു. അത് നമ്മൾ ഓരോ മണ്ഡലത്തിലും ഓരോ ബൂത്തിലും മേഖലയിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഞാനിപ്പോൾ 2 മണ്ഡലത്തെ പറ്റി പറഞ്ഞു. ഒന്ന് എൻ്റെ മണ്ഡലം, ഒന്ന് അമ്പലപ്പുഴ മണ്ഡലമാണ്. അവിടുത്തെ BJP വോട്ടിൽ വന്ന കുറവ് അത് എങ്ങോട്ട് പോയി എന്നുള്ളതാണ് പിന്നെ നമ്മൾ പരിശോധിക്കേണ്ടത്. അവിടെ മാത്രമല്ല, പല സ്ഥലത്തും ഈ വേരിയേഷൻസ് കാണാൻ കഴിയുന്നു പ്രാഥമികമായി. അത് കൂടുതൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. എന്തായാലും ഒരു ഇടതുപക്ഷ വിരുദ്ധ മനോഭാവത്തിലേക്ക് കേരളത്തെ എത്തിക്കാൻ വേണ്ടി വലതുപക്ഷം ഒന്നിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അത് BJP നേതാക്കന്മാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മനസ്സിലാവുമല്ലോ. കാരണം ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ അല്ലെ പിണറായി വിരുദ്ധ അല്ലെ ഇടതുപക്ഷ വിരുദ്ധമായ തെരഞ്ഞെടുപ്പാണെന്ന് എത്തിക്കാൻ വേണ്ടി അവർ ഒരുപാട് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. അതൊന്നും അല്ല വസ്തുത. ആ മനോഭാവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തിൽ ചെറിയ പുരോഗതി അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുള്ള വസ്തുത. BJP നേതാക്കളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഏതാ BJP നേതാവുമായിട്ട് ഒരു കൂടിക്കാഴ്ച VD സതീശൻ നടത്തിയായിട്ടുള്ള വാർത്തകൾ അല്ല, അതെല്ലാം അദ്ദേഹം ഇവിടുന്ന് പോയി മംഗലാപുരത്ത് പോയി കണ്ടു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയല്ലോ. വരട്ടെ. ഞാനിപ്പോൾ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ധാരണ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കയറി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്കെതിരായിട്ട് എന്തായാലും ഒരു ഏകോപനം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു തോൽവിക്ക് കേരളത്തിൽ സാഹചര്യമില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത്രയും വലിയൊരു തോൽവി വരാനുള്ള സാഹചര്യം ആ ഏകോപനത്തിൻ്റെ ഭാഗമാണ്, അല്ല വലതുപക്ഷ ഏകീകരണത്തിൻ്റെ ഭാഗമാണ്. അതിലാരൊക്കെ പങ്കാളികളായി, ചില വ്യക്തികളോ സമുദായ നേതാക്കന്മാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ സാമൂഹിക സന്നദ്ധ സംഘടനകളോ വർഗീയ സംഘടനകളോ ഒക്കെ ഈ ചേരിയിൽ എത്രമാത്രം കോൺട്രിബ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു എന്നുള്ളതെല്ലാം തുടർന്ന് വരുന്ന ദിവസങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകും. BJP നേതാക്കളൊക്കെ ഇല്ല, ഞാൻ പറഞ്ഞില്ല ജി സുധാകരന് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല. ജി സുധാകരന് BJP വോട്ട് പോയത് ഞാൻ പറഞ്ഞില്ലെന്ന്. ഞാൻ പറഞ്ഞത് അമ്പലപ്പുഴയിൽ 6000 വോട്ട് കുറഞ്ഞു, ഇവിടെ 5000 വോട്ട് കുറഞ്ഞു. അത് എങ്ങോട്ട് പോയെന്നുള്ള പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് കിട്ടിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല.